നിങ്ങൾക്ക് എല്ലാവർക്കും ജെ ജെ ഹേ എന്ന് പറയുന്ന സിനിമയിലെ അജു വർഗീസ് അവതരിപ്പിച്ച ഈ ഒരു കഥാപാത്രം ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. സിനിമയിലെ ജയ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഈ അജു വർഗീസ് അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് ഇഷ്ടം തോന്നുന്നത് അയാൾ പുറമേ കാണിക്കുന്ന പുരോഗമനപരവും മാന്യവുമായിട്ടുള്ള മുഖംമൂടി കണ്ടിട്ടാണ്. അവിടെ ജയ എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല, അയാൾക്ക് ചുറ്റുമുള്ള സമൂഹവും അയാളുടെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള മാന്യനായിട്ടുള്ള മുഖംമൂടി മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ജയയാണ് മുന്നോട്ട് പോകുമ്പോൾ ഇയാളുടെ ശരിക്കുള്ള മുഖം ഇയാൾ പുറമേ കാണിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉള്ളിലെന്നും വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള വളരെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും പിന്നീട് ജയ മാത്രമാണ് തിരിച്ചറിയുന്നത്. ചുറ്റുമുള്ളവരോടെല്ലാം ഇയാളുടെ ശരിക്കുള്ള മുഖം ഇതല്ല, മറ്റൊരു മുഖം ഇയാൾക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം വിശ്വസിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നാർസിസ്റ്റിക് അബ്യൂസിന് വിധേയരാകുന്നവർ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മറ്റുള്ളവരോട് പറയാമെന്ന് വെച്ചിട്ട് അവർക്ക് ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സിനോടോ റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് തിക്താനുഭവങ്ങൾ തന്നെയാണ്. അവരൊക്കെ പറയും, നാട്ടുകാരെ കൊണ്ട് പറയിക്കാനാണോ നീ പോകുന്നത്, ഇത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ഇതൊക്കെ നിന്റെ തോന്നലാണ്, കുറച്ചു കാലം കൂടെ നോക്കാം, അതൊക്കെ മാറുമായിരിക്കും എന്നുള്ള രീതിയിൽ പറയുകയായിരിക്കും ചെയ്യുക. എന്തുകൊണ്ടാണ് വിക്ടിംസ് ആയിട്ടുള്ളവർ ഫൈനലി സത്യം തുറന്നു പറയുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും അവർക്കെതിരെ തിരിയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും സപ്പോർട്ട് തരാത്ത രീതിയിൽ സമൂഹവുമാകുന്നത്? എന്താ, സമൂഹം മൊത്തം ബ്ലൈൻഡ് ആയതുകൊണ്ടാണോ, അതോ നാർസിസ്റ്റിന്റെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹിഡൻ ഗെയിം നമ്മൾ അറിയാതെ ഇവിടെ കളിക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ലൂസിഫർ ഇമേജ് വെക്കുന്നത്, ഒരു മാന്യൻ എന്നുള്ള രീതിയിൽ, രക്ഷകൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് കെട്ടിയുണ്ടാക്കുന്നത് അങ്ങനെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ പിറകിൽ കൃത്യമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തേത് നാർസിസ്റ്റിന്റെ ഹൈ സ്റ്റേക്സോട് കൂടിയ ഇംപ്രഷൻ മാനേജ്മെന്റ്, നാർസിസ്റ്റിന്റെ ലൂസിഫർ ഫേസ്. നിങ്ങൾ സത്യം ചെന്ന് പറയുമ്പോൾ ചുറ്റുമുള്ളവർ തിരിച്ചറിയാതിരിക്കുന്നതിന്റെ, നിങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾക്കറിയുന്ന പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. കാരണം ഇവരാരും നിങ്ങൾ കണ്ടിട്ടുള്ള ആ നാർസിസ്റ്റിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരെല്ലാവരും കണ്ടിരിക്കുന്നത് കെയർഫുൾ ആയിട്ട് കെട്ടിയുണ്ടാക്കപ്പെട്ട, മറ്റുള്ളവർക്ക് മുന്നിൽ മറയ്ക്കപ്പെട്ട, സ്വന്തം സ്വത്വം മറയ്ക്കപ്പെട്ട് അതിനു മുന്നിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു മാസ്ക് ആണ്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഇതിനെ സ്ട്രാറ്റജിക് ഇംപ്രഷൻ മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അയാൾ പുറമേയും സമൂഹത്തിന് മുന്നിലും അയാളുടെ പ്രൈവറ്റ് ലൈഫിലും വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരേപോലുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും കാണിക്കുന്നത്. എന്നാൽ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ഇത്തരം പാത്തോളജിക്കൽ നേച്ചർ ഉള്ള ആൾക്കാർ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ. അതായത് ഇവർക്ക് ഒരേ സമയം രണ്ട് മുഖങ്ങൾ ഉണ്ടായിരിക്കും. ഇവരിലെ കൺട്രോളിംഗ് ആയിട്ടുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഈഗോ എന്ന് പറയുന്നത് വളരെയധികം ഫ്രജൈൽ ആയതുകൊണ്ട് തന്നെ, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന ഈഗോ ആയതുകൊണ്ട് തന്നെ അവരൊരു മികച്ച പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് കാണിക്കാനുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ വലിയൊരു ശ്രമം, വളരെ വലിയ എനർജി ആയിട്ടുള്ള ഒരു ശ്രമം ഈ നാർസിസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതാണ് നാർസിസിസ്റ്റ് പുറമെ കാണിക്കുന്ന ലൂസിഫർ ഫേസ്. ഒരു ഏഞ്ചലിനെ പോലെയുള്ള, രക്ഷകനായിട്ടുള്ള, ചാമിങ് ആയിട്ടുള്ള, നന്മപരമായിട്ടുള്ള, മാന്യനായിട്ടുള്ള, മറ്റുള്ളവരുടെ മുന്നിൽ അവർ അഭിനയിച്ച് കാണിക്കുന്ന അവരുടെ മുഖംമൂടി. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങളിൽ ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള ഈ ഐഡിയൽ ആയിട്ടുള്ള ഇമേജുകൾ ഇവർ എടുത്തണിയുന്നത് കൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കാനും വളരെ പ്രയാസമാണ്. ഇത്തരം അബ്യൂസീവ് ആയിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് മുന്നിൽ ഈ അമ്പല കമ്മിറ്റിക്കാരായിട്ടും പള്ളി കമ്മിറ്റിക്കാരായിട്ടും സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ഇടപെട്ട് എല്ലാം ശരിയാക്കുന്ന, അവിടുത്തെ വെള്ളിമൂങ്ങയായിട്ടും എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്ന, ഫിക്സ് ചെയ്യുന്ന ആളായിട്ടും ഒക്കെ ആയിരിക്കും നാട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ കാണുക. ഇത്തരത്തിൽ ചുറ്റുമുള്ളവർ തന്നെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഇവർക്കുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു ഇമേജ് തന്നെയാണ് ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇവർ എന്ന് പറയുന്നത്. അത് വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാസ്ക് എടുത്ത് കളയും. സമൂഹത്തിന് മുന്നിലെ നല്ലവനായിട്ടുള്ള ഉണ്ണി വീട്ടിനകത്തെ ഇമോഷണൽ ഡിക്റ്റേറ്റർ ആയിട്ട് തന്നെ മാറും. ആക്രോശിക്കുന്ന, അരഗൻസ് കാണിക്കുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന, അവരുടെ വിക്ടിംസിനെ അങ്ങേയറ്റം ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിയായിട്ടായിരിക്കും അവർ 4 ചുവരുകൾക്കുള്ളിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ശരിക്കുള്ള ഇവരിലെ ആ മോൺസ്റ്ററിനെ കണ്ടിട്ടുള്ള വിക്ടിം ശരിക്കും ആൾക്കാരുടെ അടുത്ത് പുറത്തുപോയി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾക്കാർ അതിനെതിരെ പറയുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഒരിക്കലും ആ സത്യം അംഗീകരിക്കുന്ന രീതിയിലായിരിക്കില്ല. കാരണം അവർ കണ്ടിട്ടുള്ളത് മാന്യത നിറഞ്ഞു തുളുമ്പുന്ന നന്മപരമായിട്ടുള്ള നാർസിസ്റ്റിന്റെ ആ മുഖം മാത്രമാണ്. രണ്ടാമത്തേത് ഹാലോ എഫക്റ്റും കോഗ്നിറ്റീവ് കൺസിസ്റ്റൻസിയുമാണ്. നാർസിസ്റ്റിന്റെ അബ്യൂസിന് വിധേയരാകപ്പെട്ട വ്യക്തികൾ ചുറ്റുമുള്ള ആൾക്കാരോട് സത്യം തുറന്നു പറയുമ്പോൾ, അവരുടെ സമൂഹത്തോട് സത്യം തുറന്നു പറയുമ്പോൾ സമൂഹം നാർസിസ്റ്റിനെ ചൂസ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ഇവിടെ സമൂഹം മനുഷ്യന് ചിന്തിക്കാനുള്ള അവരുടെ കഴിവിലെ ചില പോരായ്മകളുടെ പ്രതീകം
അധികമാവുകയാണ്. സോഷ്യൽ സൈക്കോളജിയിൽ ഈ കോഗ്നിറ്റീവ് ബയാസിനെ വിളിക്കുന്ന പേരാണ് ദ ഹാലോ എഫക്ട്. അതായത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് നമ്മൾ കൊടുത്തിട്ടുള്ള വ്യക്തിയെ നെഗറ്റീവായി കാണാൻ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അയാളുടെ മറ്റൊരു ഫേസ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ആ തോട്ട് തന്നെ റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറയുന്നത് മെന്റൽ ഡിസ്കംഫർട്ടുകൾ ഹേറ്റ് ചെയ്യുന്നതാണ്. ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിന് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം അതിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് താല്പര്യം. അപ്പോൾ ഒരു 5 വർഷമായിട്ട് നാർസിസിസ്റ്റ്, അല്ലെങ്കിൽ 5 വർഷം 6 വർഷമായിട്ട് നാർസിസിസ്റ്റ് ഉണ്ടാക്കി വെച്ച ഇമേജ് മാത്രം കാണുന്ന, അയാളുടെ നല്ല പിള്ളയെ മാത്രം കാണുന്ന ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് സത്യങ്ങൾ, അയാൾ നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള സത്യങ്ങൾ വെളിവാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ അതങ്ങോട്ട് എടുക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. കാരണം അത് വിശ്വസിക്കണമെങ്കിൽ ഇത്രയും കാലം അവർ ബ്രെയിനിൽ അവർ വിശ്വസിച്ച് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി എഴുതേണ്ടി വരും. അപ്പോൾ അവരോടായി തന്നെ പറയുന്നത്, എനിക്കറിയാന്നുള്ള ആളെ നല്ല ആളല്ലേ, ഇയാൾ അങ്ങനെയൊന്നും പെരുമാറാൻ സാധ്യതയില്ല, ഇവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നം കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇയാൾ ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്തത്. മൂന്നാമത്തേത്, നിങ്ങൾ സത്യം പറയുന്നതിന് മുമ്പ് തന്നെ നാർസിസിസ്റ്റ് പ്ലാൻഡ് ആയി ചെയ്യുന്ന സ്മിയർ ക്യാമ്പയിൻ ആണ്. മറ്റുള്ളവർ അവരെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കും എന്നുള്ളതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം, നിങ്ങൾ പറയുന്നതിനും എത്രയോ നാൾ മുമ്പ് തന്നെ നിങ്ങൾ പറയുമ്പോൾ അതാരും വിശ്വസിക്കാതിരിക്കാനുള്ള പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ നാർസിസിസ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ക്ലിനിക്കൽ റിസർച്ചുകളിൽ പ്രോആക്റ്റീവ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നാർസിസ്റ്റുകൾ ഇൻവോൾവ് ആകും എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എക്സ്പോസ്ഡ് ആകപ്പെടുമോ എന്നുള്ള പേടി എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ, ആ ഒരു വിഭ്രാന്തിയിലാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൈലന്റ് ആയിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു സ്മിയർ ക്യാമ്പയിൻ നിങ്ങൾക്കെതിരെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇടയിൽ ഇവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നിങ്ങളുടെ രീതികളിലും ഒക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത കോമൺ ഫ്രണ്ട്സിനെയും ഈ പറയുന്ന റിലേറ്റീവ്സിനെയും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വിശ്വസിപ്പിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർ പറയുകയും ചെയ്യുകയും ചെയ്യും. തുടക്കത്തിൽ ഞാൻ ഭയങ്കര വലിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അവളുടെ മെന്റൽ ഹെൽത്ത് വളരെ പ്രശ്നമാകുന്നുണ്ട്, കുറെ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്, ഞാനൊന്നും പറയാത്തതാണ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് അവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു എന്നൊക്കെ ഇവർ ഈ ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ട്രിഗർ ആവുന്നുണ്ട്, ട്രിഗറായിട്ട് ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യപ്പെടുകയാണ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വീട്ടിനകത്ത് പെരുമാറുന്നത്, കുട്ടികളെ ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കള്ളങ്ങൾ ഇവർ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് നിരന്തരം പറഞ്ഞു പരത്തുന്നുണ്ടായിരിക്കും. കുട്ടികൾക്ക് വേണ്ടി ഇവരെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ ഭയങ്കര സെയിന്റ് ആയിട്ടുള്ള ആളാണെന്നും നിങ്ങളാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നും പ്രസന്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരോടെല്ലാം ഇവർ കള്ളങ്ങൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അവസാനം സത്യം പറഞ്ഞുകൊണ്ട് ഹെൽപ്പിന് വേണ്ടി ചെല്ലുമ്പോൾ, നിങ്ങൾ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഇവിടുത്തെ ഓഡിയൻസ് ഓൾറെഡി നാർസിസ്റ്റിനാൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്നും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേഴ്സൺ എന്നും നന്മയില്ലാത്ത വ്യക്തിയെന്നും ദുർനടപ്പുകൾ ചെയ്യുന്ന ആളെന്നും. അപ്പൊ നിങ്ങൾ ഒരുപാട് നാൾ അടക്കി പിടിച്ച കാര്യങ്ങളാണ് വളരെ വിഷമിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടും നിങ്ങൾ പോയി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ പറയുന്ന അഭിനയിക്കുന്ന ഒരു ഇമേജ് ആണ് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരിലേക്ക് അത് ആ ഒരു സത്യം എത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരിക്കും വിക്ടിം ഉണ്ടായിരിക്കുന്നത്. നാലാമത്തേത്, ഫാമിലിയുടെ ഓണറിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ഒരു കൾച്ചറും സ്റ്റാറ്റസ് ക്വോ ബയാസുമാണ്. ഇവിടെ സമൂഹം നിങ്ങളെ വിശ്വസിക്കാത്തത് നിങ്ങൾ പറയുന്നത് സത്യമല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സത്യം ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കത് പറ്റാത്തത് കൊണ്ടാണ്. സിസ്റ്റം ജസ്റ്റിഫിക്കേഷൻ തിയറി പ്രകാരം ഈ മനുഷ്യ സമൂഹത്തിന് പൊതുവെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് താല്പര്യം. കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കോൺഫ്ലിക്റ്റും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും വിക്ടിം ആകുന്ന ഒരാൾ പറയുന്ന സത്യം ഉൾക്കൊള്ളണമെങ്കിൽ, അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശരിക്കും ആക്ഷൻ എടുക്കേണ്ടി വരും. അവിടെ പല പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും, അതിൽ ഇടപെടേണ്ടി വരും, ഈ അബ്യൂസർ ആയിട്ടുള്ള വ്യക്തിയെ നേരിടേണ്ടി വരും. ചിലപ്പോൾ ഒരു ഫാമിലിയുടെ സെപ്പറേഷൻ തന്നെ അവർക്ക് കാണേണ്ടിയും വരും. അത് സമൂഹത്തിന് പൊതുവിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ സമൂഹം കുടുംബ മഹിമയ്ക്കും ഫാമിലി പ്രസ്റ്റീജിനും ഒക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ ജീവിതത്തിൽ നിന്ന് തന്നെ നന്നായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒരു പാത്തോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ഉള്ള ഒരാളാണെന്ന് അംഗീകരിക്കേണ്ടി വരുന്നത്, പൊതുവെ സമൂഹത്തിന് മുന്നിൽ ചർച്ചയാകപ്പെടുന്നത് സമൂഹത്തിന് തന്നെ ഒരു തരത്തിൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. പൊതുവെ നമ്മുടെ സമൂഹവും കമ്മ്യൂണിറ്റിയൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ള പൊതുധാരണ കേൾക്കുന്ന ഒരു അടിയും കൂടെയാണത്. അപ്പോൾ ഇവിടെ സമൂഹത്തിലെ ഓരോ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യം എന്താണ്? വിക്ടിമിനെ ബ്ലെയിം ചെയ്യുക. പറഞ്ഞു വരുന്ന വിക്ടിമിന് അവർ സഹിക്കാത്തത് കൊണ്ടാണ്, അഡ്ജസ്റ്റ്
ചെയ്യാത്തതുകൊണ്ടാണെന്ന് പറയുകയും അഡ്ജസ്റ്റ് ചെയ്യും സഹിച്ചും ഒക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് അവരെ പറഞ്ഞടുക്കുകയാണ് ഇവിടെ സമൂഹം ചെയ്യുന്നത്. പൊട്ടിത്തെറികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് സത്യം എന്ന് പറയുന്ന കാര്യം തൽക്കാലം മൂടി വെക്കാൻ സമൂഹം തന്നെ അങ്ങ് തീരുമാനിക്കും. എന്തുകൊണ്ടാണ് ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രസക്തി? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാർസിസ്റ്റിനാൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ ട്രാപ്പ് ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ റിലേറ്റീവ്സും നിങ്ങളുടെ ഇൻലോസും നിങ്ങളുടെ നെയ്ബേഴ്സും ഒക്കെ സത്യം മനസ്സിലാക്കി അവസാനം നിങ്ങളുടെ അടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യണം, മാപ്പ് പറയണം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ താമസിപ്പിക്കുന്നതെങ്കിൽ, നിങ്ങൾ എല്ലാ കാലവും ഈ ലൂപ്പില്, ഈ ചുഴിയില് സ്റ്റക്കായി തന്നെ നിൽക്കും. കാരണം ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഈ പബ്ലിക് ആയിട്ടുള്ള മാസ്ക് ഉണ്ടാക്കാൻ, മറ്റുള്ളവർക്ക് മുന്നിൽ നന്മ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ വളരെ കാലമെടുത്ത് അവരുടെ ലൈഫ് മുഴുവൻ അതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണ്. പബ്ലിക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് അസാധ്യം എടുക്കുന്നുണ്ട്. ആ ദുർബുദ്ധി ഇവർ ഒരു ലൈഫ് ലോങ് എഫേർട്ടിലൂടെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. എല്ലാം നല്ല പീസ്ഫുൾ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ബ്ലൈൻഡ് ആയിട്ട് തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സത്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഈ ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞ് മനസ്സിലാക്കി നാർസിസിന്റെ ഈ മാസ്ക് കഴിക്കാം എന്നുള്ള എഫേർട്ട് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ആൾക്കാർ, ഈ സൊസൈറ്റി സത്യം തിരിച്ചറിയുന്നില്ല, ഈ നാർസിസിന്റെ റിയൽ ഫേസ് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ശരിക്കും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു റിയാലിറ്റി തന്നെയാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് വളരെയധികം ലിബറേറ്റിംഗുമാണ്. എന്തിനാണ് ഇത്തരം ആൾക്കാരെ, ഇത്തരം കബളിപ്പിക്കൽ, ആ ഒരു മാനിപ്പുലേഷൻ ഗെയിമിൽ പിന്നെയും സത്യം തിരിച്ചറിയാനുള്ള പല അവസരങ്ങൾ ഉണ്ടായിട്ടും അത് തിരിച്ചറിയാതെ കംഫർട്ടബിളായി നിലനിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം? നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ആൾക്കാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കുകയല്ല. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ സത്യം അറിയുന്നുണ്ടാവില്ല, സത്യം അറിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം സത്യം എന്താണെന്ന്, നിങ്ങളുടെ മനസാക്ഷിക്ക് അറിയാം സത്യം എന്താണെന്ന്. അത് മാത്രം മതി. നിങ്ങൾ ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള നാർസിസ്റ്റിക് അബ്യൂസിനെ പറ്റി അവെയർ ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക. അത്തരത്തിലൊരു തെറാപ്പിസ്റ്റിന്റെ, ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കുക. ഇത്തരം എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ടുള്ള, നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അത് 1-2 ആൾക്കാരാണെങ്കിൽ പോലും അത് മതിയാകും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സമാധാനമുള്ള ഒരു ലൈഫ് തിരിച്ച് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പൂർണ്ണമായിട്ടും കൊണ്ടുവരിക. നാർസിസ്റ്റിക് അബ്യൂസിന് വിധേയരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിയർ സപ്പോർട്ട് സെഷൻ, വീഡിയോ കോൾ സെഷൻ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഈ വീഡിയോയുടെ താഴെ മാത്രമല്ല, ഇതിന് മുമ്പുള്ള വീഡിയോസിന്റെ എല്ലാം താഴെ കമന്റ് സെക്ഷനിലും കമ്മ്യൂണിറ്റി പേജിലും ഞാൻ ഇതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഒരുപാട് വളർത്താനുള്ള, വലുതാക്കാനുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അതിനെ കാണുക. ആ സെഷന്റെ ഭാഗമാകുക. നിങ്ങളിൽ ഒരുപാട് പേരെ ഞാൻ അവിടെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു സൈലന്റ് ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വാലിഡേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വാലിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. തലയുയർത്തി പിടിച്ച് സമാധാനമുള്ള ഒരു ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും